ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയും ധനുഷും കാറ് കണ്ടെത്തിയ സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്നു. അവന്തിക ധനുഷിനോട് പറഞ്ഞു, ഞാൻ എന്തായാലും വരുന്നില്ല, എനിക്ക് വയ്യ ഈ ശോകം സീൻ ഇങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ. കുറെ തവണയായിട്ട് ഞാൻ ആകെ മടുത്തു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നെ കുറിച്ച് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാനതെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കോളാം. അത് കേട്ടതും ധനുഷ് അവരോടൊപ്പം അവിടേക്ക് പോകാൻ തീരുമാനിച്ച് പുറപ്പെടുന്നു. പിന്നീട് സച്ചിയുടെ കാറ് എല്ലാ പോലീസുകാരും കൂടി പരിശോധിക്കണം. അതിൽ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും ഡിക്കിയും മറ്റുമെല്ലാം പരിശോധിച്ചുകൊണ്ട് അവിടെ എല്ലാവരും പരിശോധന മുഴുകി നിൽക്കുമ്പോൾ അതിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ പറഞ്ഞു, മാഡം, ഇതില് പ്രത്യേകിച്ചൊരു ബലപ്രയോഗമൊന്നും നടന്നതായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നെ കാറ് അയാൾ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണെന്നും അതില് മൊബൈൽ ഫോൺ അയാൾ ഇവിടെ ഉപേക്ഷിച്ചതാണെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം മൊബൈൽ ഫോൺ മനഃപൂർവ്വം അവര് ആരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ ആ ഡാഷ്ബോർഡിനടിയിലാണ് കയറ്റി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കിഡ്നാപ്പിംഗ് ആണ് എന്ന് തന്നെ ഉറപ്പ് പറയാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ ഉടനെ മല്ലിക മേഡം ചോദിച്ചു, അല്ല ACP സാറ് എത്തിച്ചേർന്നിട്ടുണ്ടോ? സാറിനോട് വിവരം അറിയിച്ചിട്ടുണ്ട്. സാറിന് ഇപ്പോ എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നും അദ്ദേഹം മറ്റൊരു മീറ്റിംഗിലോ ആണെന്നുമാണ് അറിയിച്ചതെന്ന് അറിയിച്ചു. എന്തായാലും എല്ലാം ഒന്നുകൂടി പരിശോധിക്കണമെന്നും എന്തെങ്കിലും ഒരു തെളിവ് ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞാലോ അതുകൊണ്ട് എല്ലാം കൃത്യമായി തന്നെ പരിശോധിക്കാനായി അറിയിച്ചു. അപ്പോഴാണ് അർച്ചനയും കൂട്ടിക്കൊണ്ട് നന്ദനും സേതുമാധവനുമെല്ലാം നെല്ലിശ്ശേരിയിൽ നിന്ന് കാറ് കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തിയത്. സേതുമാധവൻ വേഗം അവിടേക്ക് വന്ന് രാജമല്ലികയോട് ചോദിച്ചു, മേഡം, എന്റെ മോനെ കണ്ടെത്തിയോ? അവനുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചതും ഇതുവരെ ഞങ്ങൾക്ക് സച്ചിദാനന്ദനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും എല്ലാം ഈ വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നറിയിച്ചു. പിന്നീട് അവിടെ എല്ലാവരും ആ കാറിനകമെല്ലാം ഓരോരുത്തരായി പരിശോധന നടത്തി. എന്നിട്ട് അവർ പറഞ്ഞു, പ്രത്യേകിച്ച് ബലപ്രയോഗമൊന്നും നടത്തിയതായിട്ട് കാണാൻ സാധ്യതയില്ല. ഈ ഒരു കണ്ടീഷൻ വെച്ച് അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് എന്ന് ആ പോലീസുകാർ പരസ്പരം പറയുന്നത് കേട്ട് അർച്ചനയുടെ നെഞ്ചു തകരുന്നു. അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ നന്ദനും സേതുമാധവനുമെല്ലാം ആകെ ടെൻഷനോടെ നിൽക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരനായ ധനുഷ് തനിക്കൊന്നും അറിയുന്നില്ല എന്ന ഭാവത്തിലും ആ സങ്കടത്തിൽ എല്ലാവരോടും ഒപ്പം പങ്കുചേരുന്നു എന്ന രീതിയിൽ വളരെ വ്യസനത്തോടെ അങ്ങനെ മുഖം ആകെ ദുഃഖമാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ നിന്നു. അപ്പോഴാണ് സന്ദീപിനെ വിളിക്കാനായി നേരെ റൂമിലേക്ക് ദയാനന്ദ മാഷും കമലമ്മയും കൂടി എത്തിയത്. അവർ രണ്ടുപേരും കൂടി വേഗം അവിടേക്ക് എത്തി ആതിരയുടെ ആ റൂമിൽ മറ്റു വീട്ടിലായി കിടന്നുറങ്ങുന്ന സന്ദീപിനെ വന്ന് അവർ വിളിച്ചു നടത്തി. മോനെ സന്ദീപേ, ഇതാ കുറെ നേരമായിട്ട് നന്ദ മോനെ വിളിക്കുന്നു, ഇതെടുക്ക് എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് സന്ദീപിന്റെ കയ്യിലേക്ക് കൊടുത്തു. സന്ദീപ് അത് വാങ്ങിയതും ഹലോ ഏട്ടാ എന്ന് വിളിച്ചപ്പോ നന്ദൻ പറഞ്ഞു, എടാ സന്ദീപേ, നീ എവിടെയാ? എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സച്ചി നിന്നെ കൂട്ടാനായി അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുവരെയായിട്ടും വീട്ടിലെത്തിച്ചേർന്നിട്ടില്ല. സച്ചിയുടെ കാറ് ഇവിടെ ബീച്ച് റോഡിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. സച്ചി മിസ്സിംഗ് ആണോ എന്ന സംശയമാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നീ എന്തായാലും വേഗം ഇങ്ങോട്ട് വാ, ഞാൻ ലൊക്കേഷൻ അയക്കാം എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, ശരിയേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ് സന്ദീപ് വേഗം തന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ സദാനന്ദൻ ചോദിച്ചു, എന്താ മോനെ, എന്താ പ്രശ്നം? കമലെടുത്തിയും ആശങ്കയോടെ കാര്യം അന്വേഷിച്ചു. അപ്പോഴേക്കും പറയാമേ, ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് വേഗം സന്ദീപ് അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് എല്ലാവരും ആകെ ടെൻഷനോടെ ആ കാറിനുള്ളിലെല്ലാം പരിശോധിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയാതായപ്പോ രാജമല്ലിക മാഡം ഒരിക്കൽ കൂടി ആ കാറിനകമെല്ലാം ഒന്നുകൂടി പരിശോധിക്കുന്നു. അപ്പോഴാണ് അവിടെ SIയും മറ്റുമെല്ലാം പരിശോധന നടത്തിയിട്ടും എന്നും കണ്ടെത്താൻ കഴിയാതായപ്പോ രാജമല്ലിക അവിടേക്ക് വന്ന് വീണ്ടും ഒന്നുകൂടി നോക്കിയപ്പോഴാണ് അതിലെ ആ ഡാഷ്ബോർഡിൽ നിന്ന് ഒരു സിറിഞ്ച് കണ്ടെത്താൻ കഴിഞ്ഞത്. ആ സിറിഞ്ച് എടുത്ത് അവിടെ നിൽക്കുമ്പോഴേക്കും എല്ലാവരും പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, മേഡം, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ ഇതെന്താടോ എന്ന് ചോദിച്ച് രാജമല്ലിക തന്റെ കയ്യിൽ കിട്ടിയ ആ സിറിഞ്ച് കാണിച്ചു. അത് കണ്ടപ്പോഴേക്കും SIയോട് ഉടനെ കോൺസ്റ്റബിൾ പറഞ്ഞു, മേഡം, ഇത് ചിലപ്പോ നമ്മളെ വഴിതിരിച്ച് വിടാനായിട്ട് എന്തായാലും മനഃപൂർവ്വം ചെയ്തു വെച്ചതാകാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞതും എല്ലാവർക്കും ആകെ സംശയമായി. അപ്പോഴാണ് സന്ദീപ് അവിടേക്ക് എത്തിയത്. അർച്ചന ആകെ വിഷമിച്ച് നിൽക്കുന്നതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയ സന്ദീപ് വേഗം അർച്ചന അരികിലേക്ക് ഓടിയെത്തി. എടുത്തി ഇങ്ങനെ സങ്കടപ്പെടാതെ, സച്ചേട്ടൻ ഒന്നും സംഭവിക്കില്ല, എന്റെ സച്ചേട്ടൻ ഉടനെ തന്നെ വരും, എടുത്തി സമാധാനപ്പെട്, ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞ് അർച്ചനയെ ആശ്വസിപ്പിച്ചിട്ട് നേരെ സന്ദീപ് നന്ദന്റെ അരികിലേക്ക് എത്തി. എന്താ പറ്റിയത്? എന്റെ സച്ചേട്ടൻ എന്താ പറ്റിയത്? സച്ചേട്ടൻ എവിടെ എന്നെല്ലാം സന്ദീപ് ആകെ ടെൻഷനോടെ നന്ദനോട് ചോദിച്ചു. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, ഇതുവരെയായിട്ടും
സച്ചിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയുള്ള പോലീസുകാരൊക്കെ പറയുന്നത് സച്ചി ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് എന്നാണ്. പക്ഷേ എന്റെ വിശ്വാസം സച്ചി നാളെ രാവിലെ ആകുമ്പോൾ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് എന്ന് നന്ദൻ അറിയിച്ചു. ഇത് കേട്ടതും സന്ദീപ് പറഞ്ഞു, ഏട്ടാ എന്താ സച്ചിയേട്ടന് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലേ? എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ആകെ വിഷമിച്ചങ്ങനെ സന്ദീപ് ആശങ്കയോടെ നന്ദനോട് ചോദിക്കുമ്പോൾ നന്ദൻ പറഞ്ഞു, ഇവിടെ പോലീസുകാര് അന്വേഷണം തുടർന്നിരിക്കുകയാണ്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാജമല്ലിക എസ് ഐയോട് ചോദിച്ചത്, അല്ല തന്റെ കൂടെയുള്ള മറ്റു കോൺസ്റ്റബിളിനോട് ചോദിച്ചു, ആ മിന്നൽ ബിജുവിന്റെ മൊബൈൽ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറഞ്ഞിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത്, സൈബർ സെല്ലിൽ നിന്ന് അതിനുള്ള വിവരം കിട്ടിയിട്ടുണ്ട് മാഡം. അവനിപ്പോ ഈ പരിസരത്തെങ്ങും തന്നെയില്ല. അവന്റെ മൊബൈൽ ടവർ ഇവിടെ എങ്ങും കാണിക്കുന്നില്ല. അവന്റെ വീടിന്റെ പരിസരത്തായി തന്നെയാണ് മൊബൈൽ ടവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൻ അവിടെ എത്തിയിട്ടുമില്ല. അതാണ് സത്യം. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നെന്ന് അറിയില്ല മാഡം എന്ന് പറഞ്ഞു. അത് കേട്ടതും ഉടനെ തന്നെ ആകെ വിഷമത്തിലാകുന്നു. അപ്പോ ഉടനെ ആകെ സങ്കടത്തോടെ അർച്ചന ആശങ്കപ്പെട്ട് അങ്ങനെ നോക്കുമ്പോ ധനുഷ് കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ നിന്ന് പോലീസിന്റെ ഓരോ നിഗമനങ്ങളും ഓരോ നീക്കങ്ങളും എന്താണെന്ന് വ്യക്തമായി കേട്ടറിഞ്ഞ ധനുഷ് അപ്പുറത്ത് മാറി നിന്ന് വേഗം മിന്നൽ ബിജുവിന്റെ ഫോണിലേക്ക് വിളിച്ചു. ബിജു കോൾ എടുത്തും, ശരി സാർ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോൾ ഇതിനെല്ലാം കൂട്ടുനിന്ന മിന്നൽ ബിജുവിനോടൊപ്പം നിന്ന ആ കൂട്ടത്തിലെ ആ സംഘത്തിലുണ്ടായിരുന്ന ആ സ്ത്രീ മിന്നൽ ബിജുവിനോട് ചോദിച്ചു, എന്താ എന്താ അയാൾ പറഞ്ഞത്? അപ്പോഴാണ് മിന്നൽ ബിജു പറഞ്ഞത്, എന്താണെന്നറിയില്ല സാറിന് ആകെ ഒരു സംശയം. നാളെ ഉച്ചവരെയാണല്ലോ ഈ സച്ചിദാനന്ദനെ നമ്മൾ ഇതുപോലെ തടങ്കൽ വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സാറിന് എന്തോ സംശയമുണ്ട്, എന്തോ ഒരു ആശങ്കയും ടെൻഷനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റി, ഈ സ്ഥലത്ത് നിന്ന് മാറ്റി കാടിന് ഉൾഭാഗത്തുള്ള ഒരു കെട്ടിടമുണ്ട്, അവിടേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മിന്നൽ ബിജു അറിയിച്ചു. അത് കേട്ട ആ സ്ത്രീ ചോദിച്ചു, അതെന്തിനാ നമ്മളിപ്പോ അവിടേക്ക് കൊണ്ടുപോകുന്നത്? അയാൾ നമുക്ക് ഇങ്ങനൊരു കൊട്ടേഷൻ തന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് നമ്മളോട് എന്ത് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നിർദ്ദേശം നൽകേണ്ട ആവശ്യമൊന്നും അവർക്കില്ലല്ലോ. അയാൾക്ക് അതിന്റെ ആവശ്യകതയില്ലല്ലോ. നമുക്ക് വേണ്ടതുപോലെ നമ്മൾ ചെയ്യുമല്ലോ. എന്താ ചെയ്യേണ്ടത് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെന്തിനാ അയാൾ ഇങ്ങനെ നമ്മളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതെന്ന് ആ സ്ത്രീ ചോദിച്ചപ്പോ മിന്നൽ ബിജു പറഞ്ഞു, എന്തായാലും അവരല്ലേ പണം മുടക്കുന്നത്. അപ്പോ അയാൾക്ക് അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അയാൾ പറയുന്നത് പോലെ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയുമാണ്. അതുകൊണ്ട് എന്തായാലും അയാൾക്ക് ഇങ്ങനെ ഒരു ആശങ്കയുള്ള സ്ഥിതിക്ക്, സാറിന് ഇങ്ങനെ ഒരു ആശങ്കയുള്ള സ്ഥിതിക്ക് അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. എന്തായാലും മാർട്ടിൻ, നീ ഉടൻ തന്നെ അവനെ ഇവിടെ നിന്ന് മാറ്റണം. ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാ വേണ്ടത് എന്നറിയിച്ചു. നാളെ ഉച്ചവരത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് മിന്നൽ ബിജു സച്ചിദാനന്ദനെ ആ സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനം അറിയിച്ചു. അപ്പോഴും ആ സ്ത്രീ ചോദിച്ചത്, നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ഒരു ലൂപ്പോളം കണ്ടെത്താനുള്ള സാഹചര്യം നമ്മൾ ആ കാർ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് നമ്മൾ അതിനായിട്ടുള്ള തെളിവുകളൊന്നും കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, കാറ് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് വെച്ച് കാറിൽ നിന്ന് ഒരു തെളിവ് അവർക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണല്ലോ. പിന്നെ എന്തിനാണ് അയാൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ മിന്നൽ ബിജു പറഞ്ഞു, എന്തായാലും അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനുള്ള നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നോക്കി നിൽക്കുമ്പോൾ സച്ചിദാനന്ദനെ വേഗം കാറിലേക്ക് അവർ മാറ്റി. അപ്പോ നെല്ലിശ്ശേരിയിൽ ഇരുന്ന് അവന്തിക ആകെ ടെൻഷനോടെ പറഞ്ഞു, പാവം എന്റെ മോന് ആപത്തൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അല്ല, ഈ വിവാഹത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവനിങ്ങനെ മാറി നിൽക്കുന്നത് എന്തിനായിരിക്കും? എന്തായിരിക്കും അവന് സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായാലും എന്റെ കുഞ്ഞിന് ഒരു ആപത്തും വരരുതേ. എനിക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ കൈയും കാലും ഒന്നും അനങ്ങുന്നേയില്ല എന്നെല്ലാം പറഞ്ഞ് അവന്തിക ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ സ്നേഹ പറഞ്ഞു, എടുത്തി സങ്കടപ്പെടാതെ, സച്ചേട്ടനൊന്നും സംഭവിക്കില്ല. സച്ചേട്ടൻ ഉടനെ തന്നെ ഇങ്ങി വരും എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അനഘയും സ്നേഹയും അവന്തികയും കൂടി വേഗം വളരെ പ്രതീക്ഷയോടെ പുറത്തുനിന്ന് അവർ വരുന്ന കാത്തു നിൽക്കുമ്പോൾ സേതുമാധവനും നന്ദനും അർച്ചനയും സന്ദീപും ധനുഷുമെല്ലാം അവിടേക്ക് എത്തി. സേതുമാധവനോട് വേഗം വളരെ പ്രതീക്ഷയോടെ അവന്തിക ചോദിച്ചു, എന്താ ചേച്ചാ, സച്ചിയെ കണ്ടെത്തിയോ? അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, ഇല്ല, സച്ചിയുടെ കാറ് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. സച്ചി ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഉടനെ തന്നെ അവർ കണ്ടെത്താമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നറിയിച്ചപ്പോ അവന്തിക പറഞ്ഞു, ഇന്ന് ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. അതിന്റെ ടെൻഷനിൽ അവൻ മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണോ എന്ന് പോലും എനിക്കും സംശയമുണ്ട്. അതുമല്ല, ഇനിയിപ്പോ മറ്റെന്തെങ്കിലും ആണോ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. സത്യത്തിൽ ഞാനും സ്നേഹയും കൂടെ വരാതിരുന്നത് തന്നെ, സ്നേഹയും അവിടേക്ക് വരാൻ സമ്മതിക്കാതിരുന്നത് അക്കാരണത്താലാണ്. അവിടേക്ക് വന്നു കഴിയുമ്പോൾ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാഴ്ചകളാണ് കാണേണ്ടി വരുന്നതെങ്കിൽ എങ്ങനെ ഞങ്ങളത് സഹിക്കും എന്ന് പറഞ്ഞത് കേട്ട്
അർച്ചന പൊട്ടിക്കരഞ്ഞു. അത് കണ്ടതും നന്ദൻ പറഞ്ഞു, അവന്തികെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യം നിനക്കുണ്ടോ? ഇവിടെ ഇപ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ ഓരോന്നെല്ലാം വിളിച്ചു പറഞ്ഞത് പാവം അർച്ചനയുടെ മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കാനാണോ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അത് ശരി, അപ്പോ ഇവിടെയുള്ള ആർക്കും വിഷമമില്ലെന്നാണോ നന്ദേട്ടൻ പറയുന്നത്? ഞങ്ങളെല്ലാവരും എന്ത് തീ തിന്നങ്ങനെ കഴിയുന്നതെന്ന് അറിയാവോ? ഒന്നുമല്ലെങ്കിലും അവൻ എന്റെ മകൻ തന്നെയാണ്. അവനെ ഞാനല്ലേ വളർത്തിയത്. അവനെ കാണാതായപ്പോ മുതൽ എനിക്കുണ്ടായ ടെൻഷനും വേദന എത്രയാണെന്ന് ആരോടെങ്കിലും എനിക്ക് പറയാൻ കഴിയുമോ? പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നിയിരുന്നു അവന്റെ മനസ്സിൽ എന്തോ ഒരു ആശങ്കയും സങ്കടമൊക്കെ ഉണ്ട് എന്ന്. അവന്റെ മനോവിഷമം എന്താന്ന് അവൻ ആരോടും പങ്കുവെക്കാൻ തയ്യാറാകാത്തത് കൊണ്ടല്ലേ അവന്റെ മനസ്സിൽ എന്തോ വല്ലാത്ത വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ആ സങ്കടങ്ങളൊക്കെ മനസ്സിലിട്ടത് കൊണ്ടാണ് അവൻ ഇങ്ങനെ വിഷമത്തോടെ ഓരോ കാര്യങ്ങളും മനസ്സിൽ സങ്കടത്തോടെ കൊണ്ടു നടക്കുകയാണ്. ആരോടും തുറന്നു പറയാൻ കഴിയാതെ എന്റെ കുഞ്ഞ് വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പോ ഈ സാഹചര്യത്തിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ അവൻ തീരുമാനിച്ചത്. എന്റെ കൊച്ചിന് എന്ത് പറ്റിയോ വാ എന്നൊക്കെ അവന്തിക വളരെ കണ്ണീരോടെ സങ്കടമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ സ്നേഹയും മറ്റെല്ലാവരും ആകെ വിഷമത്തിലായി. സേതുമാധവനും എല്ലാവരും സങ്കടത്തോടെ അങ്ങ് നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു, എനിക്ക് എന്റെ മോനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവനെ ഇനി എങ്ങനെ ഏതവസ്ഥയിലാ കാണാൻ കഴിയുന്നത് എന്റെ ഈശ്വര എന്നെല്ലാം പറഞ്ഞ് അവന്തിക പൊട്ടിക്കരയുമ്പോൾ അത് കേട്ടു നിൽക്കാനാകാതെ അർച്ചന സങ്കടത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ സന്ദീപ് ചോദിച്ചു, എടുത്തി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അർച്ചന എടുത്തിക്ക് എത്ര വിഷമായെന്ന് കണ്ടില്ലേ? എടുത്തിയുടെ മനസ്സ് കൂടുതൽ വേദനിപ്പിക്കാനാണോ ഇങ്ങനെയെല്ലാം വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, പിന്നല്ലാതെ ഞാൻ ഈ പറയുന്നതാണോ കുഴപ്പം? ആ പോലീസുകാരൊക്കെ പറയുന്നത് കേട്ടാൽ, അവർ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടാൽ മനസ്സ് തകർന്നു പോവാ. നീ ആ TV ഒന്ന് ഓൺ ചെയ്ത് നോക്കി, ആ TV-യിൽ എന്തൊക്കെയാ വരുന്നതെന്ന് കേൾക്കാം എന്ന് പറഞ്ഞപ്പോ ധനുഷ് മുന്നിലേക്ക് വന്ന് പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ആർക്കും വിഷമമൊന്നും തോന്നരുത്. ഞാനൊരു പോലീസുകാരനോട് സംസാരിച്ചപ്പോ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടായെങ്കിൽ ഇതിനോടകം ബോഡി കിട്ടിയിരുന്നേനെ എന്നാണ് അയാൾ അറിയിച്ചത്. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. നാളെ തീർച്ചയായിട്ടും സച്ചി സാറ് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്ന് ധനുഷ് പറയുമ്പോ സേതുമാധവനും നന്ദനുമൊക്കെ ധനുഷിന്റെ വാക്കുകൾ വിശ്വസിക്കും വിധം ധനുഷിനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് അതിൽ തന്നെ ഉറച്ചവരിൽ നിന്നു. അപ്പോഴാണ് റൂമിലേക്ക് എത്തിയ അർച്ചന ബെഡിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് കണ്ട് അനഘ അരികിലേക്ക് എത്തി. എടുത്തി ഇങ്ങനെ സങ്കടപ്പെടാതെ, സച്ചിയേട്ടൻ ഒന്നും സംഭവിക്കില്ലാന്നേ. എടുത്തി ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ, എല്ലാം ശരിയാകും. സച്ചിയേട്ടൻ ഉടനെ തന്നെ വരും. ഏടത്തിക്ക് മറ്റെല്ലാരെക്കാളും ഏടത്തിക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിച്ച് അനഘ അർച്ചനയെ സമാധാനപ്പെടുത്തുമ്പോൾ അർച്ചന ബെഡിൽ കിടന്ന് അങ്ങനെ കരയുന്ന കാഴ്ച കണ്ട് ആസ്വദിക്കാനായി ധനുഷും അവന്തികയും അവിടേക്ക് എത്തുകയും വാതിക്കൽ നിന്ന് രണ്ടുപേരും ആ കാഴ്ച കണ്ട് പരസ്പരം നോക്കി പുഞ്ചിരിച്ച് സന്തോഷത്തോടെ അവർ ഹാളിലേക്ക് പോകുന്നു. പിന്നീട് കാണുന്നത് ഹാളിൽ എല്ലാവരും ചേർന്ന് സേതുമാധവനും നന്ദനുമൊക്കെ ആ ഡൈനിങ് ടേബിളിന് അരികിൽ വന്നിരിക്കുന്നു. അനഘയും സന്ദീപും ധനുഷും അവന്തികയും എല്ലാം അവർക്ക് ചുറ്റും നിന്നു. ആ സമയത്ത് നന്ദൻ സേതുമാധവനോട് പറഞ്ഞു, അച്ഛാ, ഇനി നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ട സമയമായി. ഇന്ന് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇത്രയും ആയി കഴിഞ്ഞു. വിവാഹത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു. ഉടനെ തന്നെ വിവാഹം നടത്തണമെന്ന് തന്നെയാണ് എന്റെ തീരുമാനം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് വിവാഹം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അനഘ പറഞ്ഞു, അതെന്താ നന്ദേട്ട അങ്ങനെ പറയുന്നത്? സച്ചിയേട്ടനെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. സച്ചിയേട്ടന് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയത്തില്ലാത്ത ഈ സാഹചര്യത്തിൽ, സച്ചിയേട്ടന് എന്താ പറ്റിയതെന്ന് അറിയാത്ത ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇങ്ങനൊരു വിവാഹം നടത്തി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, ശരി, ഞാൻ ഈ വിവാഹം ഈ നിമിഷം നിർത്തിക്കളയാം. വിവാഹം വേണ്ടെന്ന് വെക്കുകയും ചെയ്യാം. പക്ഷേ അതിന്റെ കാരണം കൂടി അനഘ പറയണം. എന്തുകൊണ്ട് ഈ വിവാഹം ഇപ്പം നിർത്തണമെന്ന് പറയുന്നതിന്റെ ആവശ്യം പറയണം. സച്ചി നാളെ മടങ്ങി എത്തി കഴിയുമ്പോ ഈ വിവാഹം മുടങ്ങി കഴിയുമ്പോ അതിലും വലിയ പ്രശ്നമായി തീരില്ലേ? ഈ വിവാഹം മുടങ്ങിയതിനു ശേഷം സച്ചി മടങ്ങി എത്തുകയാണെങ്കിലോ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിച്ചപ്പോ സന്ദീപ് ചോദിച്ചു, ഏട്ടാ, ഇപ്പോഴും ഒരു കാര്യം ഏട്ടൻ മനസ്സിലാക്കണം. നാളെ സച്ചിയുടെ മടങ്ങി എത്തു എന്ന കാര്യത്തിൽ എന്തുറപ്പാണുള്ളത്? സച്ചിയേട്ടൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. സച്ചിയേട്ടൻ എവിടേക്ക് പോയി എന്ന് പോലും ആർക്കും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ വിവാഹം നടത്തണമെന്ന് എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? നാളെ എന്ത് സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, നാളെ എന്തായാലും സച്ചി മടങ്ങിയെത്തും. ധനുഷിന്റെയും സ്നേഹയുടെയും ജാതകം വെച്ച് നോക്കിയാൽ ഈ മുഹൂർത്തത്തിൽ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വിവാഹം നടക്കാനേ സാധ്യതയില്ല എന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ
സന്ദീപിനോട് ആകെ ദേഷ്യത്തോടെ നന്ദൻ ഇക്കാര്യം അറിയിച്ചു. അപ്പോഴേക്കും അവന്തിക ചോദിച്ചു, സന്ദീപേ, നിന്റെ വാശിയൊക്കെ തീർന്നല്ലോ അല്ലെ? നീയും ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു പോയതാണല്ലോ. ഇനിയിപ്പൊ നീ എങ്ങോട്ടാ ഓടിപ്പോകുന്നത്? ഇപ്പൊ നിന്റെ ഏട്ടനെ കാണാനില്ല, ഇനി നീ എങ്ങോട്ടാ മാറാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു, ഞാൻ എന്തായാലും ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നതൊന്നുമല്ല. ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്കൊട്ടും താല്പര്യവുമില്ല. പക്ഷേ എന്റെ ശശിയേട്ടനെയാണ് കാണാതായിരിക്കുന്നത്. എന്റെ ഏട്ടനെ, ആ ഏട്ടനെ എനിക്ക് കണ്ടെത്തിയേ തീരൂ. എന്റെ ശശിയേട്ടനെ കാണാതായതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ് മനസ്സ് തകർന്ന് ഈ വീടിന് മുകളിൽ ആ റൂമിൽ ഒരാൾ കരഞ്ഞു തകർന്നിരിപ്പുണ്ട്. ആ പാവത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാനോ അതിന് തീരുമാനമെടുക്കാനോ എങ്ങനെ അച്ഛനും ഏട്ടനും കഴിയുന്നത്? എന്റെ ശശിയേട്ടനെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ ഏട്ടത്തിയുടെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിവാഹം നടത്തണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് അത് കേട്ട അവന്തിക പറഞ്ഞത്, ശരിയാണ്, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിവാഹവുമായി മുന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നാളെ നാട്ടുകാർ നമ്മളെ ആയിരിക്കും കുറ്റപ്പെടുത്താൻ പോകുന്നത്. അതും ആകെ ഒരു നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, അനഘേ, ഇക്കാര്യത്തിലൊരു തീരുമാനം പറയേണ്ടത് ഏട്ടത്തിയാണ്. നീ അനഘ ചെന്ന് ഏട്ടത്തിയെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞതും അനഘ അർച്ചനയെ വിളിക്കാനായി മുകളിലേക്ക് പോയി. അപ്പോഴാണ് സേതുമാധവൻ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും ഒരബദ്ധം സംഭവിച്ചു. ഇത് പോലീസിലും മറ്റുമായി മീഡിയാസും മറ്റുമായി അറിയാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഒരുക്കാൻ പാടില്ലായിരുന്നു എന്ന് സേതുമാധവൻ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് സേതുമാധവൻ പറയുമ്പോൾ അർച്ചന അനഘയോടൊപ്പം താഴേക്ക് ഇറങ്ങി വന്നു. അവിടേക്ക് വന്ന് അർച്ചന വന്ന് നിൽക്കുമ്പോഴേക്കും അവന്തിക പറഞ്ഞു, അർച്ചനെ, നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്. ഈ സച്ചിയെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്നേഹയുടെയും ധനുഷിന്റെയും വിവാഹം നടത്തേണ്ടതാണല്ലോ. അപ്പോ ആ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാനാണ് എന്നെ വിളിപ്പിച്ചത്. സ്നേഹയുടെയും ധനുഷിന്റെയും ജാതകം വെച്ചുള്ള പ്രശ്നങ്ങളുമൊക്കെ അർച്ചനയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതില് നീ ഒരു തീരുമാനം അറിയിക്കണം എന്ന് പറഞ്ഞപ്പോ സച്ചിയെ കാണാത്തതിന്റെ വിഷമത്തിലിരിക്കുന്ന അർച്ചനയുടെ അരികിലേക്ക് എത്തി സന്ദീപ് പറഞ്ഞു, ഏട്ടത്തി, സച്ചിനെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. സച്ചിൻ എന്ത് പറ്റിയെന്ന് നമുക്ക് കണ്ടെത്തണം. ഈ ഒരു സാഹചര്യത്തിൽ സച്ചിനില്ലാത്ത ഈ ഒരു മുഹൂർത്തത്തിൽ ഇങ്ങനെ ഒരു വിവാഹം നടത്തണമെന്ന് ഇവർ വാശി പിടിക്കുന്നതിനെ അനുകൂലിക്കാൻ ഏട്ടത്തിക്ക് സാധിക്കുന്നുണ്ടോ? ഈ വിവാഹം ഇവർ നടത്തണമെന്ന് വാശി പിടിക്കുമ്പോൾ അത് ശരിവെച്ചു കൊടുക്കാൻ ഏട്ടത്തിക്ക് കഴിയുമോ എന്ന് ആകെ ദേഷ്യത്തോടെ വിഷമത്തോടെ വന്ന് സന്ദീപ് അർച്ചനയോട് ചോദിച്ചു. അപ്പോഴാണ് നന്ദൻ പറഞ്ഞത്, വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. നാളെ ഈ മുഹൂർത്തത്തിൽ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നെ വിവാഹം നടക്കില്ല എന്നാണ് ജോർജൻ പറഞ്ഞിരിക്കുന്നത്. അതും അർച്ചനയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എന്തായാലും സച്ചി നാളെ രാവിലെ ഇങ്ങോട്ട് മടങ്ങിയെത്തും. അവൻ തീർച്ചയായിട്ടും ഇവിടെ തിരികെ എത്തുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാളെ അവൻ വന്നു കഴിയുമ്പോൾ ഈ വിവാഹം മുടങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ എന്തർത്ഥമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നന്ദനോട് അർച്ചന ചോദിച്ചു, വരില്ല, സച്ചിയേട്ടൻ മടങ്ങി വരില്ല. നിങ്ങളെല്ലാവരും എന്റെ സച്ചിയേട്ടൻ മടങ്ങി വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അതെങ്ങനെ പറയാൻ കഴിയുന്നു എന്നാണ് എനിക്ക് സംശയം. ഞാനൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാം. എന്റെ സച്ചിയേട്ടനെ കാണാത്തതിന്റെ വിഷമത്തിലാണ് ഞാനിപ്പോ. എന്താ സംഭവിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പോലീസുകാരും മറ്റ് ഫയർഫോഴ്സും ഒക്കെ അന്വേഷിക്കുന്നത് കായലിലും കുളത്തിലും കടലിലുമൊക്കെയാണ് എന്റെ സച്ചിയേട്ടനെ അന്വേഷിച്ചു പോകുന്നത്. അതിനർത്ഥം എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്നിട്ട് പോലും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഈ വിവാഹം ഇവിടെ നടത്തുന്നതിന് ഒരു തീരുമാനം പറയാൻ അല്ലെ? ഇതിന് നിങ്ങളെ കൊണ്ടൊക്കെ എങ്ങനെ കഴിയുന്നു? ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇവിടെ സഹോദരങ്ങളും അച്ഛനും, എന്റെ സച്ചിയേട്ടന്റെ അച്ഛനും സഹോദരങ്ങളുമാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കാർക്കും എന്റെ ഏട്ടനെ സച്ചിയേട്ടനെ കാണാത്തതിന്റെ പേരിൽ എന്തെങ്കിലും വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും പറയുന്നത് നാളെ സച്ചിയേട്ടൻ വരും എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് എങ്ങനെ പറയാനാ കഴിയുന്നത്? ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ സച്ചിയേട്ടൻ ഇല്ലാത്ത ഈ സമയത്ത് വിവാഹം നടത്തണമെന്ന് പറയാൻ ഇങ്ങനെ ഒരു നിർബന്ധത്തിലേക്ക് എത്താൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, അത് പിന്നെ സച്ചി തീർച്ചയായിട്ടും മടങ്ങി എത്തുമല്ലോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് അർച്ചന ദേഷ്യത്തോടെ നന്ദനോട് പറഞ്ഞു. എന്റെ സച്ചിയേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏട്ടൻ എങ്ങോട്ടെങ്കിലും മാറിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ എന്നെ വിളിച്ചെങ്കിലും വിവരം പറയും. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഇവിടെ അച്ഛൻ പറയുന്നത് കേട്ടു. അച്ഛൻ എന്തോ ഇവിടെ എല്ലാവർക്കും എന്തോ ശ്രദ്ധക്കുറവ് സംഭവിച്ചുവെന്ന്. അതുകൊണ്ടാണ് മീഡിയാസ് എല്ലാം അറിഞ്ഞത് എന്ന്. എന്നാൽ എന്റെ സച്ചിയേട്ടനെയാണ് കാണാതായത്. എന്റെ ഏട്ടനെ കാണാതായപ്പോൾ മുതലുള്ള എന്റെ മനോവിഷമം എത്രത്തോളമാണെന്ന് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളെല്ലാവരും അച്ഛനും സഹോദരങ്ങളും ആണെങ്കിൽ പോലും നിങ്ങൾക്കാർക്കും എന്റെ സച്ചേട്ടനെ കാണാത്തതിന്റെ ബുദ്ധിമുട്ടും സങ്കടവും നിങ്ങളിലൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടോ, എനിക്ക് ഇവിടെ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതൊന്നും എന്നെ സംബന്ധിച്ചെടുത്ത് വലിയ കാര്യങ്ങളുമല്ല.
എനിക്ക് ആഗ്രഹമുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. എന്റെ സച്ചേട്ടനെ വേണം. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് എന്റെ താലിയാണ് എന്ന് പറഞ്ഞ് അർച്ചന തന്റെ താലിയിൽ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ സച്ചേട്ടനെ എനിക്ക് കിട്ടിയാൽ മതി. വേറെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു വിഷയമല്ല. അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യത്തിന് നിങ്ങൾ എന്നെ ഇപ്പൊ ഇവിടേക്ക് വിളിപ്പിച്ചത് പോലും ഒരു പേരിനാണ്, ഒരു ചടങ്ങിനാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഇതിപ്പോ വിവാഹം നടക്കരുതെന്നോ നടത്തരുതെന്നോ വിവാഹം നടക്കണമെന്നോ ഞാൻ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ തീരുമാനമായി മുന്നോട്ട് പോകും. അത് തീർച്ചയാണ്. വെറുതെ ഒരു പേരിന് എന്നോട് എന്റെ തീരുമാനം എന്താണെന്ന് അറിയാനായിട്ട് വെറുതെ ഒന്ന് ചോദിക്കുന്നു. അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ഒട്ടും ആത്മാർത്ഥത ഉണ്ടായിട്ടല്ല എന്നും എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഇനി എന്ത് സംഭവിച്ചാലും എന്റെ സച്ചിയേട്ടനെ എനിക്ക് കണ്ടെത്തുക എന്നത് മാത്രമാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും എന്റെ പ്രതീക്ഷയും. അതുകൊണ്ട് തന്നെ എന്റെ ഏട്ടനെ കണ്ടെത്തുന്നതിനെ കുറിച്ചല്ലാതെ, ആ കാര്യത്തെ കുറിച്ചല്ലാതെ സംസാരിക്കാനായിട്ട് ഇനി ഒരാളും എന്റെ സച്ചിന്റെ കാര്യം പറയാനല്ലാതെ എന്റെ അടുത്തേക്ക് ആരും തന്നെ വരരുത് എന്ന് പറഞ്ഞ് അർച്ചന എല്ലാവരോടും തീരുമാനം അറിയിച്ചിട്ട് ദേഷ്യത്തോടെ റൂമിലേക്ക് പോകുന്നു. സേതുമാധവനും നന്ദനുമെല്ലാം നാണം കെട്ട് തല കുനിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചന ആകെ വിഷമത്തോടെ തന്റെ തീരുമാനം അറിയിച്ച് അവിടെ നിന്ന് പോയി. സന്ദീപും ആ സംസാരം കേട്ട്, അർച്ചനയുടെ തീരുമാനം കേട്ട് എല്ലാവരുടെയും നേരെ നോക്കുകയും എന്റെ അർച്ചനയെടത്തിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ, അർച്ചനയെടത്തിക്ക് സങ്കടം ഉണ്ടാകുന്ന രീതിയിൽ ഒരു തീരുമാനവും ഞാനും കൂട്ടു നിൽക്കില്ല എന്നും, ഈ വിവാഹം നിങ്ങൾക്ക് നടത്തണമെങ്കിൽ നടത്താം, പക്ഷേ ഞാൻ അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് സന്ദീപും മാറുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് അനഘയും അതേ തീരുമാനം അറിയിച്ച്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സച്ചേട്ടന് എന്താ സംഭവിച്ചെന്ന് പോലും ആർക്കും യാതൊരു ഉറപ്പുമില്ലാത്തപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കാൻ എനിക്കും കഴിയില്ല എന്ന് പറഞ്ഞ് അനഘയും തന്റെ തീരുമാനം അറിയിച്ചു പോയി. തന്തൻ സേതുമാധവനും പരസ്പരം നോക്കി അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി. എന്തായാലും വിവാഹം നടത്താതിരിക്കാനാവില്ല. ഈ മുഹൂർത്തത്തിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ആ സന്ദീപ് ഈ ഒരു സാഹചര്യത്തിൽ ധനുഷിന്റെയും സ്നേഹയുടെയും ജാതകവശാലുള്ള പ്രശ്നങ്ങൾ മാറി അവരുടെ വിവാഹം നടത്തിയെടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് മറ്റാര് എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ വിവാഹവുമായി മുന്നോട്ട് പോകുന്നു എന്ന് സേതുമാധവൻ തീരുമാനം അറിയിക്കുന്നു. പിന്നീട് രാവിലെ തന്നെ റെഡിയായി സേതുമാധവനും നന്ദനുമെല്ലാം വിവാഹത്തിനായി പോകാൻ തയ്യാറാകുമ്പോൾ സേതുമാധവനും നന്ദനും അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി. അർച്ചനയോട് രാവിലെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അർച്ചനയുടെ അരികിലേക്ക് അവരെത്തുമ്പോൾ അർച്ചന പറഞ്ഞു, എനിക്ക് വിവാഹമല്ല എന്റെ ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഈ വിവാഹത്തിൽ പങ്കെടുക്കാനും താല്പര്യമില്ല. എനിക്ക് എന്റെ സച്ചിയേട്ടനെ തിരികെ വേണം. എന്റെ സച്ചിയേട്ടനെ എനിക്ക് കണ്ടെത്തണം. അതിനപ്പുറം ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ അതിൽ അപ്പുറം ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നുമില്ല എന്ന് പറഞ്ഞ് അർച്ചന ദേഷ്യത്തോടെ തന്റെ തീരുമാനം അറിയിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് സച്ചിയേട്ടനെ കണ്ടെത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അർച്ചന നിൽക്കുന്നത് കണ്ട് ധനുഷും അവന്തികയും അർച്ചനയുടെ മനസ്സാകെ ടെൻഷനിലാക്കി കലക്കി മറിച്ചതിന്റെ സമാധാനത്തിൽ ഇനി വിവാഹം മുടക്കാൻ ഒരു തീരുമാനവും ഒരു രീതിയിലുള്ള നീക്കവും നടത്തില്ല എന്നുള്ള അഹങ്കാരത്തിൽ അവർ രണ്ടുപേരും പുഞ്ചിരിയോടെ പോകുന്നു. അപ്പോഴാണ് അവിടേക്ക് സച്ചിദാനന്ദനെ കണ്ടെത്താൻ കഴിയില്ല എന്ന്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും സച്ചിയെ കണ്ടെത്താൻ അവൾ ശ്രമിക്കില്ല എന്ന അഹങ്കാരത്തിൽ അവർ പോകുമ്പോൾ അർച്ചന കരഞ്ഞു കലങ്ങിയിരിക്കുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് അർച്ചന മനസ്സിൽ മറ്റൊരു ചിന്തയെത്തി. ഞാൻ ഈ സമയത്ത് ഇവിടെ കണ്ണീരുമായിട്ട് കരഞ്ഞു കലങ്ങിയിരിക്കേണ്ട സാഹചര്യമല്ല. എന്റെ സച്ചിയേട്ടനെ എനിക്ക് ഉടനെ തന്നെ കണ്ടെത്തണം. എന്റെ സച്ചിയേട്ടനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്റെ ഏട്ടനെ എനിക്ക് രക്ഷിക്കണം. ഇങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല ഈ വിലപിടിച്ച സമയങ്ങൾ എന്ന് മനസ്സിൽ ധൈര്യപൂർവ്വം ഒരു ദൃഢനിശ്ചയമെടുത്ത് അർച്ചന സച്ചിയെ കണ്ടെത്താനായി തുനിഞ്ഞിറങ്ങുന്നു.